ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും മംഗളം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 83-ാമത്തെ ശ്ലോകം. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷംഗോ ജംഘേതേ വിഷമവിശിഖോ ബാഡമകൃത യദഗ്രേ ദൃശ്യന്തേ ദശശരഫലാപാദയുഗളീ നഖാഗ്രച്ഛത്മാന സുരമകുടചാണേകനിശിതാഃ. പരാജേതും രുദ്രം ദ്വിഗുണശരഗർഭൗ ഗിരിസുതേ നിഷംഗോ ജംഘേ തേ വിഷമവിശിഖോ ബാഡം അകൃത യത് അഗ്രേ ദൃശ്യന്തേ ദശശരഫലാഃ പാദയുഗളീ നഖാഗ്രച്ഛദ്മാനഃ സുരമകുടശാണൈകനിശിതാഃ. ഹേ ഗിരിസുതേ, അല്ലേ പാർവതീദേവി, വിഷമവിശിഖ അഞ്ചമ്പനായ കാമദേവൻ, പഞ്ചബാണൻ എന്നാണല്ലോ കാമദേവനെ പറയാം. അഞ്ചമ്പനായ കാമദേവൻ രുദ്രം പരമശിവനെ പരാജയതും തോൽപ്പിക്കാനായിക്കൊണ്ട് പോയതാണ് പരമശിവനെ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. തേ നിന്തിരുവടിയുടെ ജംഘേ കണങ്കാലുകളെ ദ്വിഗുണശരഗർഭൗ ഇരട്ടിച്ച 5 ബാണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന നിഷംഗോ ആവനാഴികളായിട്ട്, അതായത് 5 ബാണങ്ങൾ നിറച്ചു വെച്ച ഒരാവനാഴി, ഒരു കാൽമുട്ട്, പിന്നെ മറ്റൊരു, അങ്ങനെ 2 ഈരഞ്ചു ഇരട്ടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ആവനാഴി, മറ്റൊരു കാൽമുട്ട്, ആവനാഴികളായിട്ട് അകൃത ബാഡം നിർമ്മിച്ചു. നിശ്ചയം യദഗ്രേ യാതൊരു കണങ്കാലുകളായ ആവനാഴികളുടെ അഗ്രത്തിൽ. അപ്പോൾ ഈ കണങ്കാലിനെ ആവനാഴിയുടെ അതിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് വരുമല്ലോ, അങ്ങനെ അത് കണങ്കാല്, അതിൻ്റെ മുകളിലുള്ള ആ ഭാഗം അമ്പ് വെക്കുന്ന ഭാഗം കാൽമുട്ട്. അങ്ങനെ ആവനാഴികളുടെ അഗ്രത്തിൽ സുരമകുടശാണൈക നിശിത ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണക്കല്ലുകളിൽ തന്നെ തേച്ചു മൂർച്ച കൂട്ടിയവയായി നഖാഗ്രച്ഛദ്മാന 2 പാദങ്ങളിലെയും നഖങ്ങൾ എന്ന വ്യാജേന വർത്തിക്കുന്നവയായ 10 നഖങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ 10 ബാണങ്ങളെപ്പറ്റി പറഞ്ഞ് അത് മൂർച്ച കൂട്ടിയിട്ട്. ഇവിടെ ദേവന്മാരുടെ എല്ലാവരും അമ്മയെ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കിരീടത്തിൽ ആണ് ഈ അമ്പ് മൂർച്ച കൂട്ടിയിട്ടത്. എന്താണ് അമ്പിൻ്റെ അർത്ഥം പറയുന്നത്? അമ്മയുടെ കാൽനഖങ്ങൾ. ഈ 10 2 ഭാഗത്ത് 2 മുട്ടുകളും കൂടി 10 അമ്പുണ്ട്. അപ്പോൾ 10 നഖങ്ങളും ഈ എന്നും തട്ടിക്കൊണ്ടിരിക്കുന്ന ആ കിരീട ഭാഗങ്ങളിൽ തട്ടി അത് മൂർച്ച കൂടി, ഏത് നഖങ്ങൾ. അപ്പോൾ അങ്ങനെ 10 ശരഫലാഹ ശരങ്ങളുടെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അഗ്രങ്ങൾ, അതായത് നഖത്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള നഖങ്ങൾ ദൃശ്യന്തേ അത് കാണപ്പെടുന്നു. അപ്പോൾ കാലുമുട്ടിൻ്റെ ആവനാഴി കണങ്കാല്, കാലുമുട്ട്, അതിൻ്റെ മുകളിൽ ഭാഗമുള്ള നേരത്തെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അതിൻ്റെ ശേഷമുള്ള പാദങ്ങളിലുള്ള നഖങ്ങളെ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലയോ പാർവതീ ദേവി, രുദ്രഭഗവാനെ തോൽപ്പിക്കാൻ വേണ്ടി തൻ്റെ 5 ബാണങ്ങളെ ഇരട്ടിച്ചു 10 നിറച്ചു വെച്ചിരിക്കുന്ന 2 ആവനാഴികളായിട്ട് നിന്തിരുവടിയുടെ കണങ്കാലുകളെ കാമദേവൻ സൃഷ്ടിച്ചു. കാരണം കാമദേവനാണല്ലോ എല്ലാ സൗന്ദര്യങ്ങളും കൊടുക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു കാമദേവൻ സൃഷ്ടിച്ചു എന്ന്. നിശ്ചയം എന്തെന്നാൽ മേൽപ്പറഞ്ഞ കണങ്കാലുകളുടെ അഗ്രത്തിൽ ദേവന്മാരുടെ കിരീടങ്ങളാകുന്ന ചാണകളിൽ തന്നെ തേച്ചു മൂർച്ചകൂട്ടവയും 2 പാദങ്ങളിലെയും നമ്മൾ ചിന്തിക്കും ദേവന്മാരുടെ കിരീടം എങ്ങനെയാണ് അവിടെ വന്നത്. പക്ഷേ ദേവന്മാർ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദേവന്മാരെന്നോ ഇങ്ങനെ
ആ കിരീടത്തോടു കൂടി അമ്മയെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ നഖത്തിൻ്റെ അഗ്രഭാഗവും കിരീടവുമായിട്ട് മൂർച്ച കൂട്ടാനുള്ള തേച്ച് മൂർച്ച കൂട്ടാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചാണകളിൽ തന്നെ തേച്ച് മൂർച്ച കൂട്ടിയവയും 2 പാദങ്ങളിലെയും നഖ അഗ്രങ്ങൾ എന്ന വ്യാജേന ഇരിക്കുന്ന അവയും ആയ 10 ശരങ്ങളുടെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അഗ്രങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ 10 നഖങ്ങളെയും അർദ്ധചന്ദ്രാകൃതിയിലുള്ള നഖങ്ങളെയും, കാരണം മുകളിൽ നിന്നാണ് ചന്ദ്രൻ്റെ പകുതി ഭാഗം താഴോട്ടേക്ക് വരഞ്ഞ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഭാഗമായിട്ട് അമ്മയുടെ കാൽ നഖങ്ങളെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഹരി ഓം. എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.